പക്ഷേ എങ്ങനെയായിരിക്കും ഇനി ഒരു കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി കൂടുതൽ ഇപ്പോൾ കേരളം എന്നുള്ളത് അവരുടെ ഒരു പ്രൊജക്റ്റിൽ ഇതുവരെ ഫുള്ളായിട്ട് റിഫ്ലക്റ്റ് ചെയ്തില്ല. പക്ഷേ ഇനി എന്തായാലും ദക്ഷിണേന്ത്യയിൽ ഇത്രയും വലിയ മുന്നേറ്റം ബി ജെ പി ഇത്തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആന്ധ്രയിലും നമുക്കറിയാം അവരുടെ ബി ജെ പിയും കൂടെ പങ്കാളിത്തമുള്ള സർക്കാർ വന്നിരിക്കുന്നു. ചന്ദ്രബാബു നായിഡുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. തെലങ്കാനയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. തമിഴ്നാട്ടിലാണെങ്കിലും സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും അവർ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ചെറിയ ലൈസിനെ കൂട്ടിക്കൊണ്ട് നല്ലൊരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. വോട്ടിംഗ് ശതമാനം ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കർണാടക എന്തായാലും ബി ജെ പി അവരുടെ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ്, ദക്ഷിണേന്ത്യയിലെ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഇപ്പം ഒഡീഷ കയ്യിൽ വന്നു കഴിഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ബി ജെ പി ഇത് തുടരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ല. എവിടെയൊക്കെയാണോ ഞങ്ങൾക്ക് അടുത്ത തവണ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും കേരളത്തിലൊരു വലിയ ഒരു പ്രവർത്തനം തന്നെ, ഒരു കർമ്മ പദ്ധതി തന്നെ അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. CPM എന്ത് മാറ്റമായിരിക്കും ചെയ്യാൻ സാധിക്കുക? എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ? CPM സാധ്യത കുറവാണ്. CPM ഒരു ഇതനുസരിച്ച് CPM ഇത്തരം സംഭവങ്ങളിൽ അവരവരുടെ എന്താ പറയുക വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുക. അല്ല, ഞങ്ങൾക്കിത് പറ്റിയിട്ടില്ല. കാരണം അങ്ങനെയാണ് CPM ചരിത്രം. പിന്നെ കേരളത്തിൽ ഇനി അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു 87 ഹിന്ദു കാർഡ് മുന്നിൽ നിർത്തി CPM ഇലക്ഷനെ നേരിട്ടിരുന്നു. 87 പലപ്പോഴും 87 അത് സംഭവിച്ചിട്ടുണ്ട്. അന്ന് അവർ ജയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. അപ്പോൾ ഇനി വീണ്ടും അങ്ങനെ ഒരു തിരിഞ്ഞു പോക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദു ആത്മപരിശോധന വേണ്ടി വരില്ല. കാരണം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കാരണം ഈ രീതിയിൽ പോകണം. കാരണം അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഹിന്ദു വിഭാഗം. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് നിലവിൽ CPM ആണ്. പിന്നെ ഹിന്ദു റെപ്രസെൻറ്റേഷൻ ഉള്ളത് ബി ജെ പിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വോട്ട് ബാങ്ക് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ CPM ബേസിക്കായിട്ട് അവർ ചിന്തിക്കേണ്ട അവരോട് ഏറ്റവും ലോയലായി നിൽക്കുന്ന ഒരു വോട്ട് ബാങ്കാണ് ഇഴവരുൾപ്പെടെയുള്ള വിഭാഗം, അതിൽ ഹിന്ദു വോട്ട് ബാങ്ക്. അപ്പോൾ അവരെ ഏറ്റവും അവരുടെ ശക്തി എന്ന് പറയുന്ന ആ ഒരു വിഭാഗം അവരിൽ നിന്ന് പോകുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ എന്താണ് അവർക്ക് അങ്ങനെ ഒരു അതൃപ്തി തോന്നാൻ കാരണം എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. പക്ഷേ അത് ആ രീതിയിലുള്ള പരിഹാര ക്രിയകൾ എങ്ങനെ നടത്തും നിലവിലെ സാഹചര്യത്തിൽ, ആ രീതിയിൽ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ആ രീതിയിൽ സംവിധാനം മാറിയിരിക്കുകയാണ് CPMൻ്റെ. കാരണം വർഷങ്ങളായിട്ട് തിരിച്ചുപോക്ക് പറ്റാത്ത രീതിയിൽ. അതെ, അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതെ. ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞത് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, പിണറായിക്കൊപ്പം നിന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. നവോത്ഥാനം ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പിണറായിക്കൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വച്ച ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ചിലപ്പോൾ നാളെ എന്തെങ്കിലും രീതിയിൽ മാറ്റി പറയുകയോ മറ്റോ ചെയ്തേക്കാം. പക്ഷേ ഈ പ്രസ്താവന വെള്ളാപ്പള്ളി നടേശൻ ആരെയാണോ ഉദ്ദേശിച്ച് പറഞ്ഞത്, അല്ലെന്നുണ്ടെങ്കിൽ ഏത് സമുദായത്തിൻ്റെ മുന്നിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് സമുദായത്തിൻ്റെ ലാക്കാക്കിയാണ് പറഞ്ഞത്, അവരുടെ ഉള്ളിൽ ഇത് ഓൾറെഡി കയറി കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്ന പോലെ തിരിച്ചുപോക്ക് അവർക്കുണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. അതെ, അതാണ് പ്രസക്തമായൊരു ചോദ്യം. അപ്പോൾ അത് എങ്ങനെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ഇനി നോക്കുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും BJPയുടെയും CPMൻ്റെയും ഭാവി എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്.